നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ കോൺടാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ നമ്മുടെ ഏതെങ്കിലും വ്യക്തിക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ പേര് സെർച്ച് ചെയ്ത് കൊടുക്കും നമ്മുടെ കോൺടാക്റ്റിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതുപോലെ നമ്മൾ ഡയലർ ഓപ്പൺ ചെയ്ത് ഡയലർ നമ്മൾ ആളുടെ പേര് ആരാണെങ്കിൽ നമ്മൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ പേര് നമുക്ക് വരുന്ന കാണാൻ സാധിക്കും. എന്നാൽ ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് പേര് സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഡയലർ പാഡ് എടുക്കുക. നമ്മൾ സാധാരണ കോൾ ചെയ്യുന്ന ഡയലർ പാഡ് എടുക്കുക ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ കോൺടാക്റ്റ് സെർച്ച് ചെയ്യുന്നതിന് പകരം ഇതിന് മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് കോൺടാക്റ്റ് വളരെ വേഗത്തിൽ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു മെത്തേഡാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡയലർ ഓപ്പൺ ചെയ്യാം. ഡയലർ ഓപ്പൺ ചെയ്ത് നമ്മൾ സാധാരണ കോൾ ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ആർക്കാണോ കോൾ ചെയ്യുന്നതെങ്കിൽ അയാളുടെ പേര് എന്താണെങ്കിൽ നമ്മുടെ കീബോർഡിനകത്ത് കുറേ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണും. ഈ നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേര് ഏതൊക്കെ അക്കങ്ങളിലാണ്. ഇപ്പോൾ ഈ അക്കങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഓരോ അക്ഷരങ്ങൾ കാണാം. രണ്ടാമത്തെ നമ്പറിൽ ABC എന്നുണ്ട്, മൂന്നാമത്തിൽ DEF എന്നുണ്ട്, നാലാമത്തെ GHI എന്നുള്ള അക്ഷരങ്ങൾ കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഡയലറിൽ നമ്പർ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ഇംഗ്ലീഷ് അക്ഷരങ്ങളും കാണും. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഒരു പേര് ടൈപ്പ് ചെയ്യാണ്. ഫാരിസ് എന്നുള്ള പേര് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ F കാണുന്നത് നമ്പർ 3ലാണ്. നമ്പർ 3 ക്ലിക്ക് ചെയ്യുക. അടുത്ത് ഫാരിസ് എന്നുള്ളതിൻ്റെ കാണുന്നത് നമ്പർ 2ലാണ്. 2 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫാരിസ് എന്നുള്ളതിൻ്റെ 6 അക്ഷരം കാണുന്നത് 7ലാണ്. ഞാൻ 7 സെലക്ട് ചെയ്തു. പിന്നെ I ആണ് ഫാരിസ് എന്നുള്ളതിൻ്റെ അവിടെ 4ലാണ് I കാണുന്നത്. 4 ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ അവിടെ കാണാൻ സാധിക്കും ഫാരിസ് എന്നുള്ള 2 നമ്പർ കാണുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് വ്യക്തികളെയും കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് ആളുകളെ തപ്പി നടക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ ഈ കീബോർഡിനകത്തുള്ള അക്ഷരങ്ങൾ എവിടെയാണോ ഉള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. സിദ്ദീഖ് എന്നുള്ള പേര് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ S കാണുന്നത് 7ലാണ്. അതുപോലെ തന്നെ I കാണുന്നത് 4ലാണ്. അടുത്തൊരു D കാണുന്നത് 3ലാണ്. അടുത്ത് H ആണ് സിദ്ദീഖിന് വരുന്നത്. H കാണുന്നത് 4ലാണ്. ഇത്രയും ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ കാണാം സിദ്ദീഖ് എന്നുള്ള പേരുള്ള ആളുകളുടെ പേരൊക്കെ കാണും. നമ്പർ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പേരവിടെ കാണിക്കും. അതായത് ഇതൊരു അക്ഷരങ്ങൾ മധ്യഭാഗത്തോ അവസാനത്തിലോ ആദ്യത്തിലോ ആയാലും നിങ്ങൾക്ക് ആ നമ്പറിലുള്ള വ്യക്തിയെ വളരെ ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.